കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവർഡ് ബൈ യോഫ് ക്ലബ് ബോയ്സ് ലൈഫ് സ്റ്റൈലിൽ കോമഡി ഒപ്പനയുമായെത്തുന്നു ടീം കമർ. വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. അരികളക്കി ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം കൊണ്ടുവച്ച് മതിരുചിയിൽ കൊണ്ടുവച്ച് മോനെ മരുമോനെ കരിതേനേകം പറഞ്ഞുകൊണ്ട് മുക്കൊപ്പം തീറ്റിക്കണ മുത്തമ്മായി നല്ല മുത്താരമായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. ചീരണിയും നടുപൊള്ളിച്ചിടും മാങ്കനിയും ബിരിയാണിയും നെയ്ച്ചോറും മധുരചീര കട്ടിപ്പത്തിലും ഗോതമ്പത്തിൻ നൽസ വെച്ച് നല്ല നെയ്യും നടുകൊയിച്ച് തിന്നോ ഇത് തിന്നോ ഇത് തിന്നോന്നും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ തീറ്റിക്കണ പൊന്നമ്മായി നല്ല പൊന്നമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. മുട്ടമാല മുട്ടാട്ട മുട്ട പോള മുട്ടു സുറുക്ക ഉള്ളിവട ഉഴുന്നുവട പരിപ്പ് വട പക്കവട പുളിമധുരം എരിവ് വട പൂവടയും പുതിയൊരട പോരെ ഇത് പോരെ ഇത് പോരെങ്കിൽ വേറെയുണ്ട് മതിയോളം തീറ്റിക്കണ പൊന്നമ്മായി നല്ല പൊന്നമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. മടക്കപ്പത്തിൽ ഇറച്ചിപ്പത്തിൽ പുഴുങ്ങപ്പത്തിൽ ചട്ടിപ്പത്തിൽ തരിയുണ്ട തരിമണ്ട തരിപോള തരിക്കഞ്ഞി തുരുതുരെ ജിലേബി ചുടാം വറുത്ത വഴക്ക നുറുക്കം തരാം കഴിച്ചോ ഇത് കഴിച്ചോന്നും പറഞ്ഞുകൊണ്ട് കരിമാരന് സൽക്കരിക്കണ പൊന്നമ്മായി നല്ല പൊന്നാരമായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. ടീം കമർ എന്തൊക്കെ പറഞ്ഞാലും ഈ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി ഇതാണല്ലോ പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ടർ ദുൽഖർ സൽമാനും നിത്യ മേനോനും കൂടെ അഭിനയിച്ചപ്പോൾ ആ പാട്ടിൻ്റെ ന്യൂ വേർഷൻ കൂടുതൽ ഹിറ്റായി അല്ലേ? അപ്പോൾ നമുക്ക് കമൻസ് ചോദിക്കാം. രഹനത്ത അപ്പങ്ങളെമ്പാടും നന്നായി. കമർ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണ് പേര് പറഞ്ഞേ?
ശ്രുതി. എന്താ ചെയ്യുന്നത്? ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് ടീച്ചറാണ്. പാട്ട് നല്ല എനർജി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ ആ 3 പേരിൽ പറഞ്ഞേ? 2 പ്രാവശ്യം ഞങ്ങൾ പാടി ഒരു സ്ലിപ്പ് അല്ലേ, ഒരു വാക്കുകൾ ഇങ്ങനെ അല്ലേ, ആ ഒരു ഇതേ വന്നിട്ടുള്ളൂ. അതന്നെ അവരെന്നെ അത് കറക്റ്റ് ചെയ്തു. ബാക്കിയൊക്കെ എനർജി ആയിട്ട് തന്നെ നിങ്ങൾ പാടിയിട്ടുണ്ട്. പാട്ട് എന്താ പറയുക, ഇവർക്കുള്ള ആ ഒരു അപ്പങ്ങൾ കൊടുക്കുന്ന ആ ഒരു അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് കളിക്കാനുള്ളതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വന്നു പോയതാണ്. ആ വേർഡ്സ് ഇങ്ങനെ വഴുതി വീഴാറില്ലേ 2 പ്രാവശ്യം. അതെങ്ങനെ പാടിയാലും ആ ബേസ് ടോൺ തന്നെ പാടണം. പുതിയ വേർഷൻ നമ്മളെ അത് ആ പിച്ചിലും അല്ല, നമ്മളതനുസരിച്ച് പിച്ച് കുറച്ചാൽ നമുക്ക് ബേസ് ടോൺ കേൾപ്പിക്കോ? അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനുക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനുക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ കൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനുക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനുക്കായി. നല്ല അടിപൊളി പെർഫോമൻസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കളി വയസ്സാണെങ്കിൽ നല്ല എന്താ പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ ഇളകി. ഞാനിവിടെ നിന്ന് അയ്യോ എന്ന് പറഞ്ഞു പോയി. ഒരാളെ ആദ്യം എടുത്ത് പൊക്കി താഴോട്ടിട്ടിട്ട് എനിക്കൊന്ന് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളാ, വല്ല കാര്യമായിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ഓർത്ത് മിക്കവാറും ആൾ അവിടെ കിടക്കും, ഇനി ഈ കളി മുടക്കുമെന്ന്. സത്യം ഞാൻ അയ്യോ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ചാടി ഇങ്ങനെ എണ്ണിട്ടുണ്ട്. അത്രയ്ക്ക് എന്താ പറയുക, അതിനോടുള്ള അവരുടെ ഒരു ഡെഡിക്കേഷനാണ്, ആ ഒരു ഒറിജിനാലിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അവരുടെ ആ എഫേർട്ടാണ്. അതിന് ശരിക്കും ഒരു വലിയ കയ്യടി കൊടുക്കണം അവർക്ക്. പിന്നെ എനിക്ക് ഈ പാട്ടിൽ എനിക്ക് തോന്നി പല ഇതിലും വേർഷനിലും നമ്മൾ കേൾക്കുമ്പം പൊന്നമ്മായി നമ്മുടെ പൊന്നാരമ്മായി നമ്മുടെ മുത്തമ്മായി, അത് ചിലടത്ത് ഗാനമേളയൊക്കെ നമ്മുടെ ലിവറമ്മായി എന്നൊക്കെ പാടാറുണ്ട്. അല്ല അത് സത്യമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ വെറുതെ പാടി കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് അവർക്ക് അവിടെ പൊന്നമ്മായി ആണോ അതോ പൊന്നാരമ്മായി ആണോ ഈ പാടണ്ടെന്നുള്ളതാണെന്ന് തോന്നുന്നു. അവർക്ക് 2 ഇടത്തും അതാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ പൊന്നമ്മായി പിന്നെ പൊന്നാരമ്മായിയാണ്. അപ്പൊ ആ 3ാമത് വരുമ്പം അല്ലേ, എനിക്ക് തോന്നുന്നു അവിടെ ആർക്കോ ഒരാൾക്ക് അതിൽ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. അവിടെ അതേ ഉള്ളൂ. ബാക്കി നല്ല പവർഫുൾ വോയിസ് ആണ്. പഞ്ചുണ്ടായിരുന്നു പാട്ടിൽ, നല്ല എന്താ പറയുക, അടിച്ചു പൊളിച്ച് കളിച്ചു. പിന്നെ ഒരു ഇതുകൂടി പറയാം, നമുക്കാണെങ്കിലേ ഈ പാട്ടിൻ്റെ ഫുൾ തീമിൽ അമ്മായിയും മരുമോനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അല്ലേ. അത് ഈ നമ്മുടെ കുറ്റിച്ചിറ അതുപോലെ കണ്ണൂർ ഭാഗത്തൊക്കെ പുയ്യാപ്പള ബീവിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുക. അപ്പോൾ അവരുടെ മരുമോനെ നന്നായിട്ട് സൽക്കരിക്കുക എന്നുള്ളത് അമ്മായിയുടെ ഭയങ്കര ഉത്തരവാദിത്തം. അപ്പോൾ എനിക്ക് തോന്നി ആദ്യമൊക്കെ കുറച്ചിങ്ങനെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഇച്ചിരി ഒരു വിഷമം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് തോന്നി അതെന്താ അങ്ങനെയെന്ന് തോന്നിപ്പോയി. പിന്നീട് നിങ്ങൾ ഉഷാറായി ലാസ്റ്റിലേക്ക് വന്നപ്പോൾ. അപ്പം മരുമോനെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുകയാണല്ലോ. മലബാറിലെ മുഴുവൻ വിഭവങ്ങളും ആ പാട്ടിലുണ്ട്. അസാധ്യമായ പ്രകടനമായിരുന്നു. അപ്പോൾ എല്ലാ ആശംസകളും. ഒട്ടും എനർജി കുറയാതെ മുന്നോട്ട് പോകട്ടെ. പിന്നെ ആ എടുത്ത് തെള്ളിയിട്ട ആൾക്ക് എന്തെങ്കിലും ഇച്ചിരി വാങ്ങിച്ചു കൊടുക്കണം. കാര്യമായിട്ടൊന്ന് വേദനിച്ചിട്ടുണ്ട്. അതെ, അത് കാണുമ്പോൾ അറിയാം. അപ്പോൾ ആളെ ഒന്ന് നിങ്ങൾ നല്ലതായിട്ടൊന്ന് കെയർ ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. ഹബീബ് മാഷേ, ഗ്രേറ്റ് ജോബ്. താങ്ക് യു സർ. നല്ല മനോഹരമായിട്ട്, പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞു നല്ലൊരു പാട്ടിൻ്റെ സെലക്ഷൻ. അതിന് ഫസ്റ്റ്ലി അഭിനന്ദനം. അത് എങ്ങനെ ഒരു കോമഡി മാക്സിമം ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും, അത് അത്രയും തന്നെ നിങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും തന്നെ സത്യം പറഞ്ഞ ശ്രുതി മോളുടെ പേരെന്താ, വീണ കുട്ടിയുടെ പേര് പറ? നന്ദനൻ്റെ അമ്മ ശ്രുതിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലോറിന്ന് ഇറങ്ങുന്നതോട് കൂടിയിട്ട്, അതായത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ചെയ്തത്. പക്ഷെ അത്രയും എക്സൈറ്റഡ് ആവണ്ട കേട്ടോ ശ്രുതി, എന്തെങ്കിലും പറ്റിപ്പോൾ. അച്ഛൻ പറഞ്ഞ പോലെ കുട്ടി വീണപ്പോൾ ഞാനത് അങ്ങ് പണി കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അവളെ ഫേസിലൊന്നും കണ്ടില്ല, വേദനയൊന്നും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാതെ അതിനെ മാനേജ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. പിന്നെ നിങ്ങൾ കളിച്ച് വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് നമ്മളിങ്ങനെ ഫസ്റ്റിൽ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്, റെഡി. അതിലൊരു കുട്ടി മാത്രം അങ്ങോട്ട് ഫസ്റ്റിൽ തിരിഞ്ഞത് എന്തിനാ? ഓർക്കസ്ട്രേഷന്റെ എന്തായിരുന്നു? അവിടെ ഒരു ബീജേ ഉള്ളൂ, പക്ഷെ 2 ബീജേ വായിച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയണേ, ഓർക്കസ്ട്ര തകർത്ത് വായിച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ട് പാടി. ഒരു കൈ കൊടുക്കണ്ട, ഒരു കൈയടി.
സൂപ്പറായി. ഞാനത് ആദ്യമേ പറയാൻ വിചാരിച്ചത്. ഞാനിത് ഇങ്ങനെ ലയിച്ചു നിന്ന് അത്രയും മനോഹരമായിട്ട് നമ്മൾ ആ ഓർക്കസ്ട്ര ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റിയത്. 3 കുട്ടികളും നല്ല അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് കളിയും നല്ല ആപ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. കോമഡി ഒപ്പന എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ഹാസ്യ റോൾ മോഡൽ തന്നെയാണ് ശ്രുതി. അത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് ഈ ഓർക്കസ്ട്ര സപ്പോർട്ട് ചെയ്ത ഏട്ടന്മാരെ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റേജിലേക്ക് വിളിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഓർക്കസ്ട്ര ഏട്ടന്മാരെല്ലാം നിരന്ന് നിൽക്കുന്നുണ്ട്. രാമചന്ദ്രൻ ചിരണ്ടത്തൂർ പുല്ലാങ്കുഴൽ പ്ലേ ചെയ്യുന്നു. ഓക്കെ, വെരി നൈസ്. ഞാൻ ഹുസൈനാണ്, കോട്ടയ്ക്കലാണ് വീട്. ഹുസൈൻ ഖാനെ നേരത്തെ അറിയാം. ഗസൽ, ഞാൻ കോഴിക്കോട് രാമനാട്ടായിരുന്നു. ഓക്കെ, നൈസ് നെയിം. എൻ്റെ പേര് ഭവീഷ്, ബാലുശ്ശേരിയാണ്. ഭവിഷ്യേട്ടന് അറിയാം, നന്നായിട്ട് അറിയാം. തബല ഗിറ്റക്കി വായിക്കും, നമ്മൾക്ക് യാതൊരു സംശയമില്ല അതിൽ. സെൽജാസ് കൊണ്ടോട്ടിയാണ്. പ്രശാന്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ബേസ് ഗിറ്റാർ. ബേസ് ഗിറ്റാർ. ഓ, ആ ഒരു സുഖം ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അജേഷ്, ഷൊർണൂരാണ്. അതെ, ഗിറ്റാർ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു. അപ്പോൾ നല്ല കമൻസ് ഒക്കെ കേട്ടു. നമുക്ക് ഗ്രേഡ് അറിയണ്ടേ? ഫാദർ, ഞാൻ ഇവർക്ക് A+ കൊടുക്കും. A+. രഹ്നത, A+. A+ again. ഹബീബ് മാഷേ, അൻസിബ കൊടുക്കാല്ലേ? അൻസിബ അങ്ങ് പറഞ്ഞോ. obviously A+. ഓക്കെ, A+. ഇനി ഓവറോൾ പെർഫോമൻസിന് ഔട്ട് ഓഫ് 10 എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അറിയണം. ഹബീബ് മാഷേ, 7. 7 ഔട്ട് ഓഫ് 10. നല്ല പെർഫോമൻസ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം നന്നായി പെർഫോം ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പെർഫോമൻസ്.